നമസ്കാരം, ഞാൻ ശരത് ലാൽ. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം വീഡിയോ ചെയ്യാനുണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ MV സാൻ ഫെർണാണ്ടോ നമ്മുടെ വിഴിഞ്ഞം പോർട്ടിൽ വന്ന് ബെർത്തായപ്പം ന്യൂസ് പേപ്പറിലൊക്കെ കണ്ടു മദർഷിപ്പ് MV സാൻ ഫെർണാണ്ടോ എന്ന് പറഞ്ഞിട്ട് പലരും കണ്ടിട്ട് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താണ് മദർഷിപ്പ് എന്നും പറഞ്ഞിട്ട്. അപ്പം 1-2 പേര് ചോദിച്ചപ്പോൾ ഞാൻ കരുതി ഓക്കെ എന്തെങ്കിലും അവിടെ ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരു വീഡിയോ ചെയ്യാണ്. ഇപ്പോൾ നമ്മുടെ വിഴിഞ്ഞത്ത് പറയുകയാണെങ്കിൽ സാൻ ഫെർണാണ്ടോ എന്ന ഫസ്റ്റ് ഷിപ്പ് ഇപ്പം അവിടെ ബേർത്തായിരിക്കുകയാണ്. അപ്പം ഒരു ഏകദേശം ഒരു 9,000 കണ്ടെയ്നേഴ്സുമായിട്ടാണ് ഇപ്പോൾ ഷിപ്പ് വന്നിരിക്കുന്നത്. ആ പോർട്ടിൻ്റെ കപ്പാസിറ്റി നോക്കുകയാണെങ്കിൽ അതൊന്നുമല്ല, നമ്മുടെ MSCയുടെ ഇറേനിയെല്ലാം പോലുള്ള വലിയ ഷിപ്പുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു പോർട്ടാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിൻ്റെ റീസൺ മറ്റൊന്നുമല്ല, ഇത്രയും നാച്ചുറൽ ഡെപ്ത് ഉള്ള ഒരു പോർട്ട് ആയതുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ഷിപ്പിനെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം എന്താണ് ഈ മദർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല, ഇത് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഇന്റർനാഷണൽ ഷിപ്പിംഗ് ലൈനിൽ നിന്നും, അതായത് മേജർ ആയിട്ടുള്ള അറേബ്യൻ സീയിലൂടെയുള്ള ഈ ഒരു ഷിപ്പിംഗ് ലൈനിൽ നിന്നും ജസ്റ്റ് 10 നോട്ടിക്കൽ മൈൽ ദൂരത്തിൽ പറയുകയാണെങ്കിൽ നോക്കത്താ ദൂരത്തിലുള്ളൊരു ഇന്റർനാഷണൽ ടെർമിനലാണ്. അപ്പോൾ അവിടേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് രാജ്യത്തു നിന്നാണെങ്കിലും നമ്മളിപ്പോൾ ഒരു യൂറോപ്പിലേക്ക് പോവുകയാണെങ്കിലും സുവേസ് വഴി യൂറോപ്പിലേക്ക് പോവുകയാണെങ്കിലും ഇനി അവിടെ നിന്ന് വരുന്ന ഷിപ്പ് സിംഗപ്പൂരേക്ക് പോവുകയാണെങ്കിലും ഇനി ആഫ്രിക്കൻ കോണ്ടിനെന്റ് ക്രോസ് ചെയ്ത് വരുന്ന ഷിപ്പുകളാണെങ്കിലും എല്ലാവർക്കും എത്തിപ്പെടാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പോർട്ടിനെ നമ്മൾ മെയിൻ ആയിട്ട് കാണുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ടായിട്ടാണ്. അതായത് വലിയ കണ്ടെയ്നർ ഷിപ്പുകൾ വന്ന് അക്കോമഡേറ്റ് ചെയ്തിട്ട് അതിൽ നിന്നും കണ്ടെയ്നേഴ്സ് ഇവിടെ ഇറക്കി വെച്ചിട്ട് ചെറിയ ഷിപ്പുകൾ പിന്നെ വന്നിട്ട് ഇവിടെ നിന്ന് മറ്റ് സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് 2 ഉപകാരമുണ്ട്. നമുക്കിപ്പം ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ കണ്ടെയ്നേഴ്സ് വരാൻ വേണ്ടിയിട്ട് മെയിൻ ആയിട്ട് ഇന്ത്യയിൽ നിന്നല്ല, നമ്മുടെ ഈ ക്ലോസ് ബൈ എവിടെയാണെങ്കിലും ദുബായ്, കൊളംബോ ആൻഡ് സിംഗപ്പൂർ പോലുള്ള രാജ്യങ്ങളിലുള്ള പോർട്ടുകളാണ് നമ്മൾ ആക്സസ് ചെയ്യുന്നത്. മീൻസ് അവിടെ കൊണ്ടുപോയി ഇറക്കിയിട്ട് അവിടെ നിന്ന് പിന്നെ രണ്ടാമതും കൊണ്ടുവരുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അത് പാടെ നിർത്താൻ നമുക്ക് ഈ ഒരു കണ്ടെയ്നർ ടെർമിനൽ നമ്മളുടേത് മൊത്തമായിട്ട് വർക്കിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ഭീമാകാരമായിട്ടുള്ള വലിയ ഷിപ്പുകളെ, മദർ ഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ ഷിപ്പുകൾ, ഒരുപാട് കണ്ടെയ്നർ കപ്പാസിറ്റി ഉള്ള വലിയ ഷിപ്പുകൾ, അതാണ് മദർഷിപ്പ്. അപ്പോൾ ആ ഷിപ്പ് അതായത് നമ്മുടെ സാൻ ഫെർണാണ്ടോ എല്ലാം ഒരു 9,000 ആണ് അതിൻ്റെ കപ്പാസിറ്റി എങ്കിൽ ഇനിയിപ്പോൾ മുന്നോട്ട് നമ്മുടെ പോർട്ട് ഫുൾ ഫ്ലെഡ്ജ് ഓപ്പറേഷണൽ ആയി കഴിഞ്ഞാൽ 24,000 TEU എല്ലാം ഉള്ള വലിയ വലിയ ഷിപ്പുകൾ വന്നിട്ട് ഇവിടെ വരും. ഇവിടെ നിന്ന് അവർ കണ്ടെയ്നർ ഇറക്കി വെക്കുന്നു. പിന്നെ ചെറിയ ഷിപ്പുകൾ വരുന്നു. അതിന് പിന്നെ ഇന്ത്യയിലേക്കുള്ള മറ്റു പോർട്ടുകളാണ് നമ്മളെ വിശാഖപട്ടണം, മംഗലാപുരം, ഗുജറാത്ത്, അങ്ങനെയുള്ള പല പോർട്ടുകളും. പിന്നെ പുറത്തേക്ക് തന്നെയാണെങ്കിലും മറ്റു രാജ്യങ്ങളിലേക്കുള്ളതായാൽ പോലും എല്ലായിടത്തേക്കും കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതിനെ നമുക്ക് പിന്നെ യൂസ് ചെയ്യാം. വലിയ ഷിപ്പുകൾ വരുന്നു, മദർ ഷിപ്പ് വരുന്നു, കണ്ടെയ്നേഴ്സ് ഇറക്കി വെക്കുന്നു. പിന്നെ ഫീഡർ വെസൽസ് അല്ലെങ്കിൽ ചെറിയ ഷിപ്പുകൾ വരുന്നു. അവർ ഇവിടെ നിന്ന് വീണ്ടും കണ്ടെയ്നർ എടുത്തിട്ട് മറ്റു രാജ്യങ്ങളിലേക്ക്, മീൻസ് ചെറിയ ഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞു കപ്പലായിരിക്കത്തില്ല, നല്ല സൈസുള്ള കപ്പലുകൾ തന്നെ. കമ്പയർ ടു ലൈക്ക് നമ്മളിപ്പോൾ ഒരു 24,000 TEU ഉള്ള കണ്ടെയ്നർ ഷിപ്പ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കണ്ടെയ്നേഴ്സിനെ നമ്മൾ മറ്റ് ഷിപ്പുകളിലേക്ക്, അത് 2-3 കണ്ടെയ്നേഴ്സിലാക്കിയിട്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് നമ്മളെ തന്നെ മറ്റ് പോർട്ടുകളിലേക്കൊക്കെ എത്തിക്കാൻ വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ നമ്മളിപ്പം സൂയസ് കനാൽ ക്രോസ് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ സൂയസ് കനാൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ എത്തിപ്പെടുന്നത് ഇവിടെയാണ്, നമ്മളുടെ അറേബ്യൻ സീൽ സൗത്ത് ഓഫ് നമ്മുടെ ഇന്ത്യയുടെ ഇവിടെ വന്ന് ട്രിവാൻഡ്രം കിട്ടുന്നു. സെയിം നമ്മളിപ്പോൾ താഴത്തുനിന്ന് ആഫ്രിക്കൻ കോണ്ടിനെന്റിൽ നിന്ന് മുകളിലോട്ട് വരികയാണെങ്കിൽ സിംഗപ്പൂരേക്ക് പോണ വഴിയിൽ നിന്ന് ജസ്റ്റ് മുകളിലോട്ട് കയറി നമുക്കിവിടെ ട്രിവാൻഡ്രം എത്തിപ്പെടുന്നു. അപ്പോൾ നമ്മളതും അറേബ്യൻ സീ നമ്മൾ നോക്കുകയാണെങ്കിൽ ശ്രീലങ്കയുടെ സൗത്ത് ഓഫ് കൊളംബോ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് വളരെ ക്ലോസ് ആയിട്ട് പോകുന്ന ഒരു ഏരിയ ആണത്. ജസ്റ്റ് 10 നോട്ടിക്കൽ മൈൽസ് അവിടുന്ന് നമ്മൾ കുറഞ്ഞ ദൂരം കൊണ്ട് നമ്മൾ ആ പോർട്ടിലെത്തും. അത് ഇത്രയും വലിയ ഷിപ്പുകൾ, നാച്ചുറൽ ഡെപ്ത് 20 മീറ്റേഴ്സ് ആണ്. 20 മീറ്റേഴ്സ് ആയതുകൊണ്ട് നാച്ചുറൽ ഡെപ്ത് അത് എപ്പോഴും മെയിൻറ്റെയിൻ ആയിരിക്കും. ജസ്റ്റ് മിനിമൽ ഡ്രഡ്ജിങ് മതി. അല്ലാതെ ഒരു 10 മീറ്ററിലെടുത്ത് നമ്മൾ 20 മീറ്റർ ആക്കാൻ പോയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി സിൽട്ടിങ് നടന്നിട്ട് നമുക്ക് ആ ഡെപ്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാതെ വരും. അപ്പോൾ ഈ ഒരു പോർട്ടിൽ ഇപ്പോൾ നമ്മൾ തൽക്കാലം ഇപ്പോൾ ഒരു വലിയൊരു കണ്ടെയ്നർ ഷിപ്പ് വന്നു. അതിനിപ്പോൾ ഓപ്പറേഷനിൽ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് അവിടെ ഉണ്ടായി, ഈ ഷിപ്പിനെ പോർട്ടിലേക്ക് കൊണ്ടുവന്നപ്പോൾ എന്തൊക്കെ ഡിഫിക്കൽട്ടി ഉണ്ടായി എന്നൊക്കെ നോക്കിയിട്ട് ഫർദർ ആയിട്ട് ഡെവലപ്മെന്റ് വരും. പിന്നെ ഒരു ക്രൂയിസ് ടെർമിനൽ കൂടി വരുന്നുണ്ട്. പിന്നെ വലിയ ക്രൂയിസ് ഷിപ്സുകൾ അവിടെ വന്ന് ഒരു നമുക്ക് പല കാര്യങ്ങളിലും അഡ്വാൻറ്റേജസ് ആവാൻ പോവുകയാണ്. അപ്പം ചോദിച്ചതിൻ്റെ നിന്ന് ഒരുപാട് മാറിപ്പോയി. മദർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊന്നുമല്ല, വലിയ കപ്പാസിറ്റി ഉള്ള ഹൈ കപ്പാസിറ്റി ഉള്ള ഷിപ്സുകൾ. അപ്പോൾ ഹൈ കപ്പാസിറ്റി ഉള്ള വലിയൊരു ഷിപ്പ് വിത്ത് ലോഡ് ഓഫ് കണ്ടെയ്നേഴ്സ് അവിടെ വരുന്നു, അതാണ് മദർഷിപ്പ്. അപ്പം ആ ഒരു മദർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് അതിൽ നിന്ന് പിന്നെ നമ്മൾ ചെറിയ ഷിപ്പിലേക്ക് പോകുന്നു. അല്ലാതെ മദർഷിപ്പ് എന്ന് പറഞ്ഞ ഒരു ടൈപ്പ് ഓഫ് ഷിപ്പ് അല്ല. കണ്ടെയ്നർ ഷിപ്പ്, ടാങ്ക്, ഗ്യാസ് ടാങ്ക്, ബൾക്ക് ഏരിയ എന്നൊക്കെ പറഞ്ഞ ടൈപ്പ് ഓഫ് ഷിപ്സ് ആണ്. പക്ഷേ മദർഷിപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ല, ഹ്യൂജ് കപ്പാസിറ്റി ഉള്ള ഷിപ്പ്, അതാണ് മദർഷിപ്പ്. അതാണ് ഇപ്പോൾ അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭാവിയിൽ പിന്നെ എന്നോട് ചോദിക്കുന്നുണ്ട് എൻ്റെ കപ്പലുകളൊക്കെ അവിടെ വരുമെന്ന്. ഇപ്പോൾ നമ്മളുടെ കപ്പൽ ഗ്യാസ് ടാങ്കറാണ്. ഗ്യാസ് ടാങ്കർ ഒന്നും തൽക്കാലം ഇപ്പോൾ അവിടെ വരില്ല. അതിനൊക്കെ ഒരുപാട് പൈപ്പ് ലൈൻ ലേയിങ്ങും ടാങ്ക്സും പല പ്രിപ്പറേഷൻസും വേണം. പക്ഷേ കണ്ടെയ്നേഴ്സ് ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കണ്ടെയ്നേഴ്സ് വരുന്നു, അവിടെ ഇറക്കി വെക്കുന്നു, പിന്നെ അത് കണ്ടെയ്നേഴ്സ് മറ്റ് ഷിപ്പുകൾ കൊണ്ടുപോകുന്നു, പിന്നെ ബൈ റോഡ് നമ്മുടെ കണ്ടെയ്നേഴ്സ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നു. പക്ഷേ ടാങ്കേഴ്സ് ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പൈപ്പ് ലൈൻ വർക്ക്സും ഒരുപാട് പല ആസ്പെക്റ്റുകളും വേറെ വരാനുണ്ട്. ഫ്യൂച്ചറിൽ നമുക്ക് അതെല്ലാം അവിടെ പ്രതീക്ഷിക്കാം. അപ്പം താങ്ക് യു. കുറച്ചെങ്കിലും ആൾക്കാർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. വീണ്ടും കാണാം. ബൈ.